ഞാനിപ്പോൾ സ്വാതിയിലേക്കാണ് പോകുന്നത്. സ്വാതി, അതായത് ഇപ്പോൾ നമുക്കറിയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിർണായക യോഗം ചേർന്നിരിക്കുകയാണ്. അതായത് സേനാ തലവന്മാരും സംയുക്ത സൈനിക മേധാവികളും പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായാണ് ഈ യോഗം ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയല്ലേ സ്വാതി? തീർച്ചയായും ഭദ്ര, അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസവും ഈ വാർത്താ സമ്മേളനം ചേരുന്നതിന് മുന്നോടിയായി തന്നെ സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിലും അതോടൊപ്പം വിദേശകാര്യ മന്ത്രാലയത്തിലടക്കം വിവിധ മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലൊരു ബ്രീഫിംഗ് ഉണ്ടാവുക. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴും പ്രതിരോധ മന്ത്രാലയത്തിൽ ഒരു നിർണായക യോഗം ചേരുന്നത്. സേനാ തലവന്മാരുണ്ട്, അതോടൊപ്പം തന്നെ ഈ സേനകളുടെയൊക്കെ സംയുക്ത മേധാവിയും ഈ നിർണായക യോഗത്തിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസം ഉണ്ടായ 26 കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം, ആ ആക്രമണം സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ, അതിന്റെ വിശദീകരണങ്ങളൊക്കെ തന്നെയും സാധാരണഗതിയിൽ ഈ സേനാ മേധാവിമാർ സംയുക്ത സൈനിക മേധാവിയുമായും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയുമായും ഈ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ വിശദീകരിക്കാറുണ്ട്. ആ വിശദീകരണത്തിന് ശേഷമായിരിക്കും ഈ സംയുക്ത വാർത്താ സമ്മേളനം നടത്തുക എന്നുള്ളതാണ്. ഈ വാർത്താ സമ്മേളനം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഈ അതിർത്തി മേഖലകൾ വളരെ സംഘർഷഭരിതമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതിർത്തി പ്രദേശങ്ങളിലെ അതിർത്തി സുരക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെയും ഈ ഷെല്ലാക്രമണങ്ങൾ അടക്കം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ ഷെല്ലാക്രമണങ്ങൾ നടത്തിയത്, നിയന്ത്രണ രേഖയ്ക്ക് സമീപമുണ്ടായ ആക്രമണങ്ങളിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ, കണക്കുകൾ സംബന്ധിച്ച ഒരു ഔദ്യോഗിക സ്ഥിരീകരണമായിരിക്കും ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായുള്ള കൂടിക്കാഴ്ച, അതോടൊപ്പം അതിൽ എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള കേന്ദ്ര മന്ത്രിമാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി തന്നെ മുന്നോട്ട് പോകുക തന്നെയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ഓരോ ദിവസവും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ കൃത്യമായ നിരീക്ഷണം നടത്താറുണ്ട് കേന്ദ്ര സർക്കാർ. അതോടൊപ്പം പ്രധാനമന്ത്രി തന്നെ ഈ ആക്രമണങ്ങൾ സംബന്ധിച്ച നിരീക്ഷണം തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണ്. പുലർച്ചെയൊക്കെ ഉണ്ടായ ആക്രമണങ്ങൾ, നിരവധി ഇടങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണങ്ങളിൽ ഒക്കെയും അത് സംബന്ധിച്ച ഇനി നടത്തേണ്ട നടപടിക്രമങ്ങൾ ഉൾപ്പെടെ സുരക്ഷാ സേനയുമായും അതോടൊപ്പം ഈ സൈനിക മേധാവികളുമായും നിരന്തരമായിട്ടുള്ള ആശയവിനിമയം പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. ആ ആശയവിനിമയത്തിന്റെയും ഒക്കെയും പശ്ചാത്തലത്തിൽ അതിന്റെയൊക്കെ ഏതെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്നതുൾപ്പെടെ ഈ പ്രധാനമന്ത്രിയുമായി ചേരുന്ന യോഗത്തിൽ തന്നെയാണ് ആ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഏകദേശം 10:30 ഈ യോഗം ആരംഭിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇന്നലത്തെ പോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെ ഈ യോഗത്തിൽ ഭാഗമാകും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഇന്നും യോഗം നടക്കുക. സൈനിക മേധാവികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ ആക്രമണത്തിന്റെയൊക്കെയും പശ്ചാത്തലത്തിൽ 45 യോഗം നിശ്ചയിച്ചിരുന്നതാണ്. എന്നാൽ ആ യോഗം മാറ്റിവെച്ചുകൊണ്ട് 10:30 മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ വാർത്താ സമ്മേളനം ഉണ്ടാകും, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തന്നെ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 10:30 നടക്കുന്ന യോഗം നിർണായകമാണ്. ഈ ഘട്ടത്തിൽ ആക്രമണങ്ങൾ, പാകിസ്ഥാന്റെ 4 എയർബേസ് ഇന്ത്യ തകർത്തു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട്. അതിൽ കൃത്യമായ വിശദീകരണം എന്തായാലും ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. പ്രതിരോധ മന്ത്രാലയത്തിന്റെയും അതോടൊപ്പം വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരടക്കമായിരിക്കും ഈ യോഗത്തിൽ, ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കുചേരുക. അതിന് മുന്നോടിയായി നടത്തേണ്ട വിശദീകരണങ്ങളും കൂടിയാലോചനകളും ഇപ്പോൾ തുടരുകയാണ്. പ്രധാനമന്ത്രിയും ഇത് സംബന്ധിച്ച കൃത്യമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതിർത്തി മേഖലകൾ സംബന്ധിച്ച് ജമ്മു കാശ്മീരിലെ രജൌരിയിലടക്കം കനത്ത ഷെല്ലാക്രമണങ്ങൾ തുടരുന്ന സാഹചര്യമാണ്. ഈ ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം, അതോടൊപ്പം തന്നെ ഏതു തരത്തിലുള്ള കേടുപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ വിദേശകാര്യ സെക്രട്ടറി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എപ്പോഴും പാകിസ്ഥാൻ നടത്തുന്ന അവകാശവാദം ഈ മതപരമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടല്ല ആക്രമണം നടത്തുന്നത് എന്നായിരുന്നു. എന്നാൽ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം വിദേശകാര്യ സെക്രട്ടറി തന്നെ നൽകിയിരുന്നു. അതിൽ കൃത്യമായും സൂചിപ്പിച്ചു പോരുന്നത് ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ച് അതോടൊപ്പം തന്നെയും ക്ഷേത്രങ്ങൾ
കൾ കേന്ദ്രീകരിച്ച് ഒക്കെയും ആക്രമണം നടത്തുന്നുണ്ട്. അതോടൊപ്പം രണ്ട് വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരുന്നു. ഈ ക്രൈസ്തവ വിദ്യാലയത്തിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിരുന്നു. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കുന്നു. അപ്പോൾ പോലും പാകിസ്ഥാൻ നടത്തുന്നത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ലോകത്തിന് മുന്നിൽ നൽകുക എന്നുള്ളതാണ്. ലോകത്തിന് മുന്നിൽ ഏറ്റവും തെറ്റിദ്ധാരണ പടർത്തുന്ന വാർത്തകൾ, സിവിലിയൻസിനെ ആക്രമിക്കുന്നില്ല എന്നതടക്കമുള്ള അവകാശവാദങ്ങളുമായി പാകിസ്ഥാൻ നിരവധി തവണ രംഗത്തെത്തുമ്പോൾ ഇത്തരത്തിലുള്ള മരണസംഖ്യ വരെ തുറന്നു പറയുകയാണ് വിദേശകാര്യ സെക്രട്ടറി. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ ഏതെല്ലാം കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്, നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഉറി, പൂഞ്ചിലൊക്കെയും കനത്ത രീതിയിലുള്ള ഷെല്ലാക്രമണം, മണിക്കൂറുകൾ നീണ്ട ഷെല്ലാക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. അത്തരത്തിൽ ഷെല്ലാക്രമണങ്ങൾ തുടരെ ഉണ്ടാകുമ്പോൾ അതിനെ ഏത് തരത്തിലാണ് ഇന്ത്യ പ്രതിരോധിക്കുന്നത്, ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം സംബന്ധിച്ച വിശദീകരണങ്ങൾ, മാത്രമല്ല മറ്റൊന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് ഈ വ്യോമപാത അടയ്ക്കാതെയുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ളത്. അതായത് യാത്രാ വിമാനങ്ങൾ, ആ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തുന്ന സമയത്ത് യാത്രാ വിമാനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു വ്യോമപാതയിലൂടെ. അങ്ങനെ യാത്രാ വിമാനങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആക്രമണം അല്ലെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നതിൽ ഒരു മിതത്വം വരും എന്നുള്ള കാര്യം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. യാത്രാ വിമാനം കടന്നു പോകുമ്പോൾ മിസൈൽ ആക്രമണം ഉണ്ടായാലും ഇന്ത്യക്ക് തിരിച്ചടിക്കുന്നതിന് വലിയ പരിമിതികൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനെ ഒരു കവചമായി മാറ്റിക്കൊണ്ട്, യാത്രാ വിമാനത്തെ ഒരു കവചമായി മാറ്റിക്കൊണ്ട് വ്യോമപാത തുറന്നിട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആസൂത്രിതമായ ആക്രമണം ഉണ്ടായത്. അതിനെയൊക്കെ തന്നെയും കൃത്യമായി വിമർശിച്ചു പോയിരുന്നു കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ. അത്തരം കൂട്ടിച്ചേർക്കലുകൾ എന്തായാലും ഇന്ന് നടക്കുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലും ഉണ്ടാകും. പ്രതിരോധ മന്ത്രാലയവും അതോടൊപ്പം വിദേശകാര്യ മന്ത്രാലയവും ചേർന്ന് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം ഈ അതിർത്തി സംസ്ഥാനങ്ങൾ സംബന്ധിച്ച കനത്ത ജാഗ്രത ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടുണ്ട്. അതിർത്തിയിലേക്ക് കടന്നിട്ടുള്ള ആക്രമണത്തിൽ കൃത്യമായ ജാഗ്രത ഉണ്ടാകണമെന്ന് എല്ലാ മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. അത്തരത്തിൽ ഈ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, അമൃത്സറിലേക്കൊക്കെ കടുത്ത ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ പഞ്ചാബിലേക്ക് ക്യാബിനറ്റ് മന്ത്രിമാർ നേരിട്ട് എത്തിക്കൊണ്ട് ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അത്തരത്തിൽ അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തിയിലെ ജാഗ്രത സംബന്ധിച്ച് അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്രം എല്ലാ തരത്തിലുള്ള സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്ത് സഹായവും കേന്ദ്ര സർക്കാർ ചെയ്യും. പക്ഷേ അതിർത്തി സുരക്ഷ സംബന്ധിച്ച കൂടുതൽ ജാഗ്രത എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ആശയവിനിമയത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത്തരത്തിൽ അതിർത്തി സുരക്ഷ വളരെ നിർണായകമായി തന്നെ നോക്കേണ്ട ഒരു ഘട്ടമാണ് എന്നുള്ളത് ഓരോ മണിക്കൂറിലും കേന്ദ്ര സർക്കാർ പ്രതിരോധ മന്ത്രാലയത്തിനോടും അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തോടുമൊക്കെയും നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകളിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ നിർണായകമായി നടക്കുന്ന ഒരു വാർത്താ സമ്മേളനം എന്ന നിലയിൽ തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം കാണേണ്ടത്. തുടരെ ഉണ്ടാകുന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, എയർബേസിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, ഇന്ത്യയിലെ സിവിലിയൻസ് നേരിട്ടിട്ടുള്ള ആക്രമണങ്ങൾ, അതിർത്തി മേഖലകൾ, രജൌരി ഉൾപ്പെടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനടക്കം കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. അത്തരത്തിൽ അതിൻ്റെയൊക്കെയും വ്യക്തമായ വിവരങ്ങൾ നൽകുക എന്ന് തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ, വ്യാജ വാർത്തകളൊക്കെയും ഈ ഒരു ഘട്ടത്തിൽ പ്രചരിക്കുന്നുണ്ട്. അതിനെ ഒന്നും നമ്മൾ കണക്കാക്കേണ്ടതില്ല. കൃത്യമായി ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ ഇത് സംബന്ധിച്ച ഒരു ധാരണ ജനങ്ങൾക്ക് നൽകും. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു 10:30 ചേരുന്ന വാർത്താ സമ്മേളനം. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയായിരിക്കും പങ്കുവയ്ക്കുക. ഭദ്ര. ശരി, വ്യക്തമാണ് സ്വാതി.